റാപ്പർ വേടനെ എതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റമില്ലെന്ന് കോടതി. ജാമ്യ ഉത്തരവിലാണ് പെരുമ്പാവൂർ CJM കോടതിയുടെ പരാമർശം. പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. നിലവിലെ തെളിവുകൾ അപര്യാപ്തമെന്നും കോടതി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സാലി, വേടൻ്റെ വിഷയത്തിൽ നിർണായകമായ കോടതി നിരീക്ഷണം ഇന്നലെ ജാമ്യം നൽകിയതിനെ തുടർന്ന് ഉള്ള കോടതിയുടെ ഈ നിരീക്ഷണം കൂടി കൂടുതൽ പ്രസക്തമാവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഇന്നലെ ജാമ്യം നൽകിയിരുന്നു. അതിന്റെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പടക്കം മുമ്പാണ് പുറത്തു വന്നത്. അപ്പോഴാണ് കോടതി എന്ത് കാരണത്താലാണ് ജാമ്യം നൽകിയത് എന്ന് വ്യക്തമാകുന്നത്. അത് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. വേടന് വലിയ ആശ്വാസകരമായ ജാമ്യ വ്യവസ്ഥയും ജാമ്യ ഉത്തരവുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ റാപ്പർ വേടനെതിരെ ഈ പുലിപ്പല്ല് കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ല എന്നാണ്. ഈ കുറ്റകൃത്യമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അത് പുലിപ്പല്ലാണെന്ന് വ്യക്തമാകുമ്പോൾ മാത്രമാണ്. അത് പുലിപ്പല്ലാണ് എന്ന് ഇതുവരെ ഉള്ള സാഹചര്യത്തിൽ തെളിവില്ല. ഇനി അത് കണ്ടെത്തേണ്ടത് ഹൈദരാബാദിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയാണ്. അപ്പൊ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന വിലയിരുത്തൽ കോടതി നടത്തുന്നു എന്നാണ് മജിസ്ട്രേറ്റ് കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പുലിയെ വേട്ടയാടി റാപ്പർ വേടൻ എന്നും കേസില്ല. വനംവകുപ്പിന് അങ്ങനെ ഒരു പരാതിയുമില്ല. ഈ പ്രതി, അതായത് വേടൻ മുൻപ് സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയതായിട്ട് രേഖകളിലുമില്ല, കണ്ടെത്തിയിട്ടുമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ കേസിൽ ഒരു പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കും എന്ന് കണ്ടെത്താനേ കഴിയുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, നമുക്ക് അറിയുന്ന പോലെ റാപ്പർ ഈ ജാമ്യാപേക്ഷയിൽ പുറത്തും ഒക്കെ പറഞ്ഞത് ഒരു ആരാധകൻ നൽകിയതാണ്. ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് പോലും തനിക്കറിയില്ല. താൻ മനഃപൂർവ്വമോ ബോധപൂർവമോ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല. ഇതിൽ തനിക്ക് കിട്ടിയ ഒരു സമ്മാനം അതൊരു പുലിപ്പല്ലാണ് എന്ന് പറയുന്നു. അത് താൻ മാലയിൽ ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ താൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധപൂർവം ചെയ്തിട്ടില്ല, മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടുമില്ല. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദവും. ഏതായാലും നമുക്കറിയാം, ഇന്നലെ വേടന് ജാമ്യം നൽകിയിട്ടുണ്ട്. ഉപാധികളോടെയാണ് 7 ദിവസത്തിനകം പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, എല്ലാ വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകണം, കേരളം വിട്ടുപോകരുത്, സമാന കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത്, അങ്ങനെ കുറെ വ്യവസ്ഥ വെച്ചിട്ടാണ് പെരുമ്പാവൂർ കോടതി ജാമ്യം നൽകിയത്. പക്ഷെ ആ ജാമ്യം നൽകിയതിനൊപ്പം തന്നെ കോടതിയുടെ കണ്ടെത്തൽ രേഖയായി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ല എന്നുള്ളതാണ്. ഇനി കുറ്റകൃത്യം ഉണ്ടെന്ന് തെളിയണമെങ്കിൽ ഇത് പുലിപ്പല്ലാണ് എന്ന് തെളിയണം. പുലിപ്പല്ലാണ് എന്ന് തെളിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തണം. അത് കേരളത്തിൽ സംവിധാനമില്ല, ഹൈദരാബാദിൽ എത്തിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹൈദരാബാദിൽ എത്തിച്ച് ഇത് പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ എങ്കിലും കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും എന്തുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്നതിൻ്റെ നേർചിത്രം കൂടിയാണ് കോടതിയുടെ ജാമ്യ പകർപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. കുറ്റകൃത്യം പോലും തെളിയിക്കാനായിട്ടില്ല. കാരണം പുലിപ്പല്ലാണ് എന്ന് തെളിയുന്ന തെളിവുകൾ അത് ഹൈദരാബാദിൽ നിന്ന് എത്തേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.